അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ഒരു നൊസ്റ്റ് സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വർക്കല പുന്നമൂട് ജംഗ്ഷനിൽ വരുമ്പം, പണ്ട് പുന്നമൂട് ജംഗ്ഷനിൽ വരുമ്പം അവിടെ കുറേ വടക്കടകളുണ്ടായിരുന്നു കേട്ടോ. ഈ 5 രൂപ വട അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അവർ നല്ല അടിപൊളി ചൂട് വടയും നല്ല സൂപ്പർ വെള്ള ചമ്മന്തി തരും കേട്ടോ. ഇപ്പം സംഭവം അത് അങ്ങനെ കിട്ടുന്നില്ല, ആ ഒരു പഴയ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ആ കൊതി അങ്ങ് മൂത്ത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ആ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സംഭവം അവരെ കണക്കാവൂല, എന്നാലും നമ്മളുടേതായ രീതിയിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുക്കിങ്ങിലോട്ട് പോകാം ബാ. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കപ്പലണ്ടി, തൊലി കളയാത്തതാണ്. കപ്പലണ്ടി വറുത്ത കപ്പലണ്ടിയാണ്. പിന്നെ പുളി വെള്ളമാണ്. പിന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളി, ഒരു പാതി സവാള, 2 പച്ചമുളക്. ഇനി നമ്മൾ പാചകത്തിലോട്ട് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിവിടെ പാചകം നടക്കുമ്പോൾ ഒരാൾ താഴെ പാചകം. കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട കൊച്ചിന്, ഇതൊക്കെ വെച്ചാണ് കളി. നമ്മളെ ദൗത്യത്തിലോട്ട് കിടക്കട്ടെ. നമുക്ക് സ്റ്റൗവിൽ പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമ്മളതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇട്ടതിന് ശേഷം അതിലേക്ക് ജീരകം കുറച്ച് മതി കേട്ടോ. കുറച്ച് ജീരകം, ഒരു ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ ഒരു 3 എണ്ണം മതി. എന്നിട്ടത് കിണ്ടി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ മതി. ഇനി അതിലോട്ട് പാതി സവാള അരിഞ്ഞ് വെച്ചിരുന്നല്ലോ, അതിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ 2 പച്ചമുളക് വെച്ചിരുന്നില്ലേ, 2 പച്ചമുളക്. അത് ലൈറ്റിൻ്റെ അപാകത ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇരുതാണ് ആ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിക്കുക. ഇനി നമുക്കിതിൽ കപ്പലണ്ടി ഉണ്ടല്ലേ, ഓൾറെഡി വറുത്ത് വെച്ച കപ്പലണ്ടിയാണ്, അതിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമാണ് കേട്ടോ. അത് ഒരുവിധം വരണ്ട് വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കേ. ഉപ്പ് നല്ലപോലെ പിടിപ്പിക്കുക. ഇനി നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ച് കുഴമ്പ് പരുവത്തിനാക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടെടുത്ത അതിൻ്റെ പേസ്റ്റ് പരുവത്തിനാക്കി എടുത്തത്. ഇനി വീണ്ടും നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
നോക്കുക വെള്ളം നമുക്ക് എങ്ങനെ നല്ല ലൂസായി വേണമെങ്കിൽ അതിനുള്ള വെള്ളം ചേർക്കുക. നമുക്കൊരു കുഴമ്പ് പരുവം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിന് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് സാധാരണ ഇത് ഈ വടയൊക്കെ കഴിക്കുമ്പം ഇത് മുങ്ങി ഇരിക്കണം, അത്രയും വെള്ളം വേണം. അപ്പം ഇന്ന് ഞാൻ അത്രയും വെള്ളം ചേർക്കുന്നില്ല, കുറച്ച് ലൂസും എന്നാൽ അത്രയ്ക്ക് ലൂസല്ല, ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. അപ്പോഴേ കടുതാളിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ സുലയെ ഏൽപ്പിച്ചു കേട്ടാ. പാറു സമ്മതിക്കുന്നില്ല. അപ്പോൾ അവസാനത്തെ പരിപാടിയാണ് ഇതാ കടുതാളിച്ച്. അതെ, ലാസ്റ്റ് കറിവേപ്പിലെല്ലാം കൂടെ ഇട്ടെ. ഓക്കെ, ഇനി ഇതിൽ വേറൊരു പരിപാടി ഉണ്ട് കേട്ടാ. സംഭവം ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നോക്കട്ടെ. പിടിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതാണ് പരിപാടി. കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചേക്കാം. അപ്പോഴത്തേക്ക് ഈ ചമ്മന്തി അതിലേക്ക് നല്ല രീതിക്ക് ഊർന്നിറങ്ങും, നല്ല രീതിക്ക് പിടിക്കും. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഇത് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. മസാലയല്ല, ചമ്മന്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ പോകുവാണേ. ഫസ്റ്റ് അടി ഞാൻ കഴിക്കട്ടെ. സ്വർഗമാണ്. എങ്ങനെയുണ്ട്? പ്രേക്ഷകരോട് പറയും. അത് ഞാൻ ഉണ്ടാക്കിയോണ്ട് കൊള്ളാന്ന് പറയരുത്. ഞാൻ പറയട്ടെ, ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അടിപൊളിയൊക്കെ തന്നെ. പുളി കുറച്ച് കൂടിപ്പോയി ഒന്ന്. രണ്ടാമത് ജീരകവും കുറച്ച് കൂടിപ്പോയി. ഇത് രണ്ടും മുമ്പേ നിൽക്കുന്നു. പിന്നെ ഇത് കുറച്ച് കട്ടിയായിപ്പോയി, കുറച്ചുകൂടെ ലൂസാണ്. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം അങ്ങ് പിടിക്കും. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അമ്മമ്മ ഉണ്ട്, അമ്മമ്മയ്ക്ക് കൊടുക്കാം. അച്ഛൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർ കഴിച്ചിട്ട് സെറ്റ് ചെയ്യട്ടെ. ഓക്കേ വാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് നാളെ കാണാം.